വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ല. ബിക്കോസ് ഞാൻ എൻ്റെ വീടെത്തി. യെസ്, ഞാൻ എൻ്റെ നാട്ടിലെ ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഞാൻ എത്തിയിട്ട് ആക്ച്വലി 2 ദിവസമായി. പക്ഷേ അപ്പം എന്താ ടയേർഡ്നെസ്സും അങ്ങനെയൊക്കെ കാരണം ഞാനൊന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആൻഡ് ദെൻ കുറച്ച് ബ്രേക്കും വന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് ഷിംല വ്ളോഗ്സും അങ്ങനെ കുറച്ച് വ്ളോഗ്സൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഇനിയാണ് ഒന്ന് ബാക്ക് ഓൺ ട്രാക്ക് ആവേണ്ടത്. സോ ഞാൻ ഇനിയിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കോഫിയാണ് കുടിക്കേണ്ടത്. സോ ഞാൻ ആദ്യം കോഫി ഉണ്ടാക്കാൻ പോവാണ്. കോഫി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ അങ്ങനെ നമുക്ക് പ്ലാനൊന്നും അറിയത്തില്ല. മേ ബി എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ മേ ബി ലൈക്ക് എന്താ പുള്ളിക്കാരന് പാരഗൺ ബിരിയാണി കഴിക്കണം എന്നുണ്ടായിരുന്നു. സോ ചിലപ്പോൾ പാരഗണിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് പോവും. സോ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്ലാനും എനിക്കറിയത്തില്ല. ഇന്നലെയൊക്കെ ഞാൻ സിനിമ കാണാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ലൈക്ക് എനിക്ക് ആ ഒരു വ്ളോഗ് എടുക്കാനോ ഉള്ളൊരു മൂഡിലൊന്നും അല്ലായിരുന്നു. സോ അപ്പം ആദ്യം പോയി കോഫി ഉണ്ടാക്കിയിട്ട് വരാം. കുഞ്ഞുബ എൻ്റെ കോഫി കമ്പാനിയനാണുള്ളത്. സോ എൻ്റെ കോഫി ഇവിടെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തണുത്ത കോഫി കുടിക്കാനാണ് ഇഷ്ടം. എനിക്ക് അത്ര ചൂടുള്ള കോഫി കുടിക്കാൻ ഇഷ്ടമല്ല. സോ ആ സമയം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ വീട്ടിലെ ഗാർഡൻ. ഇപ്പം അവിടെ കുറച്ച് വെയിലുണ്ട്. അങ്ങനെ എനിക്ക് കോഫി കുടിക്കാതെ ഒരു എനർജിയും ഇല്ല. സോ ഞാൻ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി കുറച്ച് ലോങ്. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അവൾ വെയിൽ കൊള്ളാൻ വേണ്ടി തെക്കുക. ഇങ്ങനെ അങ്ങോട്ടേക്കാണ് ആക്ച്വലി എൻട്രൻസ് ഉള്ളത്. പക്ഷെ ഇതാണ് ഒരു സിറ്റ് ഔട്ട് ഏരിയ. ഇവിടെ അമ്മയുടെ എന്തൊക്കെയോ സാധനം വെച്ചിട്ടുണ്ട്. അതായത് സാഷ നശിപ്പിച്ചൊരു ടോയാണ്. അത് അവൾ കയറി കിടക്കുന്ന സ്ഥലമാണ്. സോ അപ്പം ഞാൻ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. എൻ്റെ യൂഷ്വൽ ബുക്ക് റീഡിങ്ങും എല്ലാം ഒന്ന് മാറിക്കിടക്കുകയാണ്. എല്ലാം ബാക്ക് ഓൺ ട്രാക്ക് ആക്കണം. ഇതുവരെയായിട്ട് ആയിട്ടില്ല. അപ്പം ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നു. ഇപ്പം ഞാനും അമ്മ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ബാംഗ്ലൂരിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഗുഡ് മോർണിംഗ്. Good morning. How was your sleep? It was quite nice, quite comfortable until 8:30. 8:30 who came? Oh, I know, I drill करने को. ഓ, അതവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് എൻ്റെ ടെറസ്. വെയിലാണ്. ഞാൻ പിന്നെ പുറത്തേക്ക് പോവാം. ഹലോ. ഇവിടെ ഇവൾക്ക് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും ഇവൾ ഇവിടെ നിന്നേ കുടിക്കത്തുള്ളൂ. സാഷ ചമ്മിപ്പോയി. ബാ കളിക്കാം. ബാ, എല്ലാരും വെളിയിൽ പോവാം. എല്ലാരും വെളിയിൽ ഇറങ്ങിയാലേ സാഷ വെളിയിൽ ഇറങ്ങത്തുള്ളൂ. ഹായ് ശുണ്ട്രി മണി, എന്റെ ശുണ്ട്രി. ബാ കളിക്കാം, ബാ. എടാ അവള് വരത്തില്ല. അവള് ഇത്ര മടിയുള്ള ആളാ. ഇതാക്കണേ. കളിക്കാം. 1 2 3 ഗോ. വേഗം വന്നോ മടിച്ചി. ഗുഡ്. Sahil is doing morning exercise with Sasha. Sahil Hamza was Sasha Nair. Chalo. അത് നോക്കട്ടെ, വയല് നോക്കട്ടെ. ആ കൊള്ളാലോ. റേസ് ചെയ്യാം. ഓടത്തില്ല, നീ ഓടുള്ളൂ. നീ ഒന്ന് ഓടി നോക്കിക്കേ. ഇല്ലല്ല, നീ ഒന്ന് ഓട്. സഷ ക്യാച്ച് ഹിം. ഓടിക്കോ.
നിങ്ങൾക്ക് ഞാൻ താമര കുളം കാണിച്ചു തരാം. പക്ഷെ അവിടെ താമര ഉണ്ടെന്നുണ്ട്. സോറി ഗൈസ്, താമരയില്ല. ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ വെയിലത്തുനിന്ന് മാറി നിൽക്കുക. അതെ, ഇവിടെ വെയിലാണ്. ഇവരെല്ലാവരും പറയുന്നത് ഇവർ ഈ ഉടുപ്പിൽ ഇടരുതെന്നാ. ബിക്കോസ് ഞാൻ കണ്ടില്ല, ഞാൻ ഫുൾ ഡേ നിക്കറും കുട്ടി നിക്കർ ആൻഡ് അമ്മേ ഇതെന്റെ ക്യാമറ ഒക്കെ എടുത്തോണ്ടാണ്. സോ കുട്ടി നിക്കറിലും വീട്ടിലിടുന്ന ഉടുപ്പിലും ഇനി അകത്തേക്ക് സാക്കറ ഞാൻ മുടി കളർ ചെയ്തു. എൻ്റെ കയ്യിൽ മറ്റേ ബേർഡ്സ് ഓഫ് പാരഡൈസ് അല്ലേ, ബേർഡ്സ് ഓഫ് പാരഡൈസിൻ്റെ റെഡ് കളർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് എന്തിനാ അതൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഓർത്ത് അതൊക്കെ എടുത്ത് തലയിൽ തേച്ചു. ക്യാ സോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ അമ്മയുടെ പോയി ചോദിക്കാം എന്താണ് സ്പെഷ്യൽ. അമ്മ എന്താണ് സ്പെഷ്യൽ എന്ന്? ദോശ, ചട്നി, ബ്രെഡ്, ബട്ടർ. എന്നെ ബാക്കിൽ നിന്ന് കുത്തുന്നു ഗൈസ്. സാഷ ഇന്നെന്താണ് സ്പെഷ്യൽ? സോ ഇന്ന് ദോശ, എന്നും ദോശയും ചട്നിയും. ഇന്നത്തെ സ്പെഷ്യൽ അല്ല, എന്നും ദോശയും ചട്നിയുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ സാഹിൽ ഹംസയ്ക്ക് അതൊന്നും വേണ്ട, ബ്രെഡും ബട്ടറും മതി എന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട്. സോ നമ്മളെ ബ്രെഡും ബട്ടറും അമ്മയുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വേർ ആർ വി ഗോയിങ് ഫോർ ലഞ്ച്? Paragon biryani, it's world's best biryani. Yeah. It was world's best biryani in 2022. ഇപ്പൊ അല്ലേ? I don't know about now. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സ്പെഷ്യലായിട്ട് അമ്മ സ്പെഷ്യലായിട്ട് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തേനും ബട്ടറില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് നടന്നു പോയിട്ട് ഒരു ബട്ടർ വാങ്ങാൻ പോവാണ്. ബട്ടർ ആൻഡ് ദിസ് മാംഗോ തിങ്, ഒരു സിപ്പ് പോലത്തെ, അത് ഇവന് ഇഷ്ടമായി. അപ്പം ഇവൻ അതും കൂടെ വാങ്ങാൻ പോവാ. വെയില് മുടി പോലും ചീകിയിട്ടില്ല. ഏതാ സോൾവ് ചെയ്യ Normal. ആ ഡോറടക്കാൻ കഷ്ടപ്പെടുന്നു. എടാ ഫസ്റ്റ് ഇവിടക്ക് ഫസ്റ്റ് ഇവിടെ ഇതിനെ പൊള്ളിയിട്ട് ഓക്കെ. ഇനി ചെയ്തോ, കണ്ട കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ എല്ലാം നടക്കും. കരിഞ്ഞു പോയ ദോശ, ചട്നി നല്ല It's a good biryani. Yeah. Acha. ബ്രെഡ്. Everyone was saying like ദോശ ദോശ വേണം, ദോശ ദോശ വേണം. എന്ത് കൊടുത്താലും കഴിക്കും. Trying hard to put butter. Dates. They're very scared of Sasha. എൻ്റെ ബാഗ്സ് ഒന്നും അൺപാക്ക് ചെയ്തിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പീച്ച് വരത്തേയില്ല സാഷനെ കാണുമ്പോൾ, മ്യാവ് എന്നൊക്കെ ഉള്ളൊരു വിളി വിളിക്കും. സാഷ വാണ്ട്സ് ടു ബി ഫ്രണ്ട്സ് വിത്ത് ദം, ബട്ട് ലുക്ക് അറ്റ് ഹർ, ഐ മീൻ ഹിം. പീച്ച്, Uno plus all of us are dead plus ഇത് and Sasha. ഹലോ. മനോഹരമായി ഞാൻ വിജയിച്ചിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? തോൽവി, ആർ യു റെഡി ടു അക്സെപ്റ്റ് യുവർ തോൽവി? no, I'll see you on another match. പിന്നെ ഇന്നലെ ഞാൻ 3 റൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 3 ഗെയിംസ് കളിച്ചു. ആ 3 ഗെയിംസ് ഞാൻ ജയിച്ചിട്ടുണ്ട്. He thinks that he can, സാരില്ല പോട്ടെ. ഹായ് ഗൈസ്, എങ്ങനെയാണ് എൻ്റെ പുതിയ ലുക്ക്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ബിക്കോസ് ഇതിൽ പവർ ഉണ്ട്. ഇപ്പോഴെനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നത് ഇവൻ്റെ കണ്ണ. എനിക്ക് നിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഓൾ ബ്ലഡ് ആൻഡ് ഗ്രീൻ. പോയി റെഡിയാവോ? ബാ, പാരഗൺ ബിരിയാണി കഴിക്കാൻ പോവാം. യെസ്, നമ്മൾ പാരഗൺ ബിരിയാണി കഴിക്കാൻ പോവാണ്. എൻ്റെ വീട്ടിലുള്ള
വേറെ ഒരു പൂച്ചയുണ്ട്, ചോട്ടു എന്ന പേര്. അപ്പം ഞാൻ ചോട്ടുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഷീസ് പ്രഗ്നൻറ്റ്. അപ്പം ഉറങ്ങിക്കിടന്ന് പീച്ചും കിക്കിയും അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുക. പീച്ച്, ഹലോ, എന്താണ് സ്മെല് ചെയ്തത്? അപ്പം ഊനോ കളിച്ചു. ഞാൻ കുറച്ചു നേരം മറ്റേ ഓൾ ഓഫ് എസ് ഡെഡ് ഒക്കെ കണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:30 ആയി. ഒരു 2 o'clock അടുപ്പിച്ച് ഐ ഹാവ് ടു ഗോ. ഞാൻ പറഞ്ഞല്ലോ പാരഗൺ ബിരിയാണി ട്രൈ ചെയ്യാൻ പോകണം. സോ ഞാനും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ കുറേ നാളായി. ഇവിടെ എന്നെ കാണും, ഇതെൻ്റെ വാഷ്റൂം ഡോറാണ്. ആൻഡ് ഈ ഒരു വേഷം എന്തായാലും മാറ്റണം. സോ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ആൻഡ് ഐ ഗെസ് ലൈക്ക് ഇപ്പം പാരഗണിൽ യൂഷ്വലി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഏതായിരുന്നു പട്ടും കേശവദാസ്പുരം, അവിടെ ഇവിടെ ഉള്ള ഒരു പാരഗൺ ബിരിയാണിയാണ്. ലുലു മോളിലും ഉണ്ട്. പക്ഷെ ഇന്നലെ ലുലുവിൽ ഞാൻ പോയായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ലുലുവിലോട്ട് പോകുന്നില്ല. എന്നാൽ അത് കുറച്ച് ദൂരെയാണ്. സോ ബിരിയാണി കഴിക്കാൻ ഞാൻ പോയി റെഡി ആവട്ടെ. അപ്പോൾ ഒരു ട്രാൻസിഷൻ ആയാലോ. അങ്ങനെ ഞാൻ റെഡി ആയി. ഹൗസ് മൈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല ചൂടുണ്ട് ഗൈസ്. ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് സൈഡ്. ഞാൻ സ്വെറ്റ് ചെയ്യുവാണ്. എൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിട്ടൊക്കെ ഓക്കെ. ഞാൻ 2 ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരുമിച്ച് ഇട്ടേക്കുവാണ്. ഞാൻ അമ്മയുടെ നിന്ന് മോഷ്ടിച്ച ലിപ്സ്റ്റിക്കാണ് ബൈ ദ വേ. യു ക്യാൻ കം. ഹീസ് വെരി സ്കെയർഡ് ടു കം. ഇനി അമ്മേനെ കാണിക്കാമല്ലോ. നല്ല ചൂടും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല. ട്രിവാൻഡ്രം ഇസ് ഹോം. എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാരഗൺ ബിരിയാണി കിട്ടുമോ നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ. ബിരിയാണി കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. ഓൾറെഡി 2:30 ആയി. 2:30 ആയി ഗൈസ്. 2:30 ആയി. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞാനാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് എക്സ്പെർട്ട് അല്ലേ? മതി മതി, വേണ്ട വേണ്ട. ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാൻ പറയുവാണ് ഗൈസ്. വരൂ. ഓ മൈ ഗോഡ്, ഔട്ട് ഓഫ് ഫോക്കസ് ആയി, ഔട്ട് ഓഫ് ഫോക്കസ്. സ്റ്റാർട്ടേഴ്സ് എന്തുണ്ട്? നല്ല ചിക്കൻ, ഒരു എന്തൊക്കെയാ പറഞ്ഞമ്മ? ഒരു മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, ദെൻ ഡ്രാഗൺ ചിക്കൻ. എനിക്ക് പൊറോട്ടയും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും സമ്മതിച്ചില്ല. പറയൂ, നിനക്ക് പൊറോട്ട വേണം? This is chicken biryani, pappadam, mutton biryani. How was the food? കുറച്ച് പറയൂ. Nice. It was good. എനിക്ക് പക്ഷെ കുറേ ഓയിലി ആയിട്ട് കഴിച്ചിട്ട് എനിക്ക് സോ ബ്രൗണി വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഐ എം എക്സൈറ്റഡ്. We came. Thank you. ഐ എം വെരി ടയേർഡ്. ഷോ കാണിക്കുവാണ് ബാക്കിലിരുന്ന്. ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഇറ്റ്സ് ലൈക്ക് ഐ എം ബേണിങ്. ചൂട് ചൂട് ചൂട്. അമ്മയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് നമ്മൾ. How was the biryani? It was quite good. It was my first experience in Paragon Would you biryani. say it's the world's best biryani though? I wouldn't say that. But Yeah, even I wouldn't say that. It's good. You have to try at least one time. Like ഒരു കഴിക്കാൻ നോർമൽ ബിരിയാണി എനിക്ക് വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. And I'm not a food critic or anything, but yeah. Just go and have brownie with ice cream from Paragon. That It was good. Like they gave choco lava instead of brownie, which was a plus point. Yeah. Do you think that it was a plus point? good thing. Yeah. അപ്പോൾ ഇപ്പം നമ്മള് അമ്മ ഒരു സാരി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, എത്തനിക് വീവ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്.
നമ്മൾ വീണ്ടും ഇറങ്ങി. എവിടെ പോകുന്നത് നമ്മൾ? We are heading to a beach. യെസ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് കോവളം ഇവിടുന്ന് 40 മിനിറ്റ്സ് ആണ്. ഈവൻ വേലി ബീച്ച് കുറച്ച് ദൂരമുണ്ട്. ഐ മീൻ 40 മിനിറ്റ്സ് ആണ്. ആൻഡ് വി വാണ്ട് എ പീസ്ഫുൾ ബീച്ച്. സോ ഐ എം കൺഫ്യൂസ്. സോ ഞാൻ വിചാരിച്ചു വേലി പോയിട്ട് അവിടെ ചെന്ന് നോക്കാം. അവിടെ തിരക്കാണെങ്കിൽ വിൽ ഗോ ടു സെയിന്റ് ആൻഡ്രൂസ്. എന്റെ റെഡ് കളർ ഇതിൽ നല്ലപോലെ അറിയുന്നുണ്ട്. ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക. സോ വി ആർ ഗോയിങ് ടു സ്റ്റേ ഹിയർ. ഇത് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ. എവിടെയാണ്? കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേലി. സോ നമ്മൾ ഡിസൈഡ് ചെയ്തു സെയിന്റ് ആൻഡ്രൂസ്. ഞാൻ ഡിസൈഡ് ചെയ്തു സെയിന്റ് ആൻഡ്രൂസ് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പോകുന്ന വഴി എന്തായാലും വേലി ബീച്ച് ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഒന്ന് വേലി ബീച്ചിൽ പോയി നോക്കിയിട്ട് തിരക്കില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ നേരെ സെയിന്റ് ആൻഡ്രൂസ് ലൈക്ക് ഒരു 10 മിനിറ്റ്സ് ഗ്യാപ്പല്ലേ ഉള്ളൂ. ഈ ട്രെയിൻ വരുന്നു, നിങ്ങൾക്ക് കാണാമോ ട്രെയിൻ? യെസ്, എനിക്ക് അത്ര പൊക്കില്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ടേക്ക് ഇറ്റ്. എനിക്കറിയില്ല, അതെൻ്റെ പണ്ട് ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ്സ് വൈ ഐ തോട്ട് ഐ വിൽ ഷോ യു ഗൈസ് ആസ് വെൽ. The train. Fascinating and scary at the same time. നീ ഫ്രണ്ടിലൂടെ നോക്കി ഓടിച്ചാൽ മതി. ഇവര് നോക്കുവോ എന്തൊക്കെയാണ്? ഗൈസ്, നമ്മൾ ബീച്ച് എത്തി. ഐ ഡോണ്ട് നോ, ഐ ലവ് ബീച്ചസ്. എനിക്കൊരു പ്രത്യേക ഒരു സുഖമാണ് ബീച്ചിൽ. ആൻഡ് ദിസ് വേലി ബീച്ച് എന്ന് പറയുന്നത് ഞാനൊരു സമയത്ത് എന്നും വന്നിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു. ആ സമയത്ത് ഇത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ്സ് ബേസിക്കലി റെസിഡൻഷ്യൽ ഏരിയ. സോ ലൈക്ക് അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എപ്പോഴും വന്നിരിക്കുമായിരുന്നു. ആൻഡ് സെയിന്റ് ആൻഡ്രൂസ് അല്ല, വേലിയിലാണ്. ബിക്കോസ് ഇവിടെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് വി തോട്ട് വിൽ കം ടു വേലി ബീച്ച്. I don't know, I'm so excited. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബീച്ചിൽ വരുന്നത്. It's been so long. അങ്ങ് ദൂരെ ഒരു ക്യൂട്ടി ഉണ്ട്. He is playing there. किंडर भी हो पार्सल. हाँ हाँ, നമ്മള് വാഫിൾസ് കഴിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നമ്മള് കേറിയതും ലൈറ്റ് ഓഫായി. ഐ മീൻ കറണ്ട് പോയി. നമ്മുടെ ഒരു ഭാഗ്യമേ. ഇവനെവിടെ പോകുന്നത്? സോ നമ്മൾ ഇപ്പോൾ ബെൽജിയം വാഫിൾസ് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ കോഫി ഹൗസിലാണ് വന്നത്. പക്ഷേ ഐ ടോൾഡ് യു കറണ്ട് പോയി. Is it your luck? I don't know. He's sad, guys. He's very sad. സാരമില്ല, ബെൽജിയം വാഫിൾസിൽ പോയി കഴിക്കാം. എനിക്ക് വേണ്ട. ഇതാണ് വാഫി ഹൗസ്. ഇറ്റ്സ് ലൈക്ക് വാഫിൾ പ്ലസ് കോഫി.
ബെൽജിയം വാഫിൾസിൽ വന്നു. ഞാൻ വാഫിൾസ് ഒന്നും കഴിക്കുന്നില്ല ബിക്കോസ് എനിക്ക് അത്ര സ്വീറ്റ്സിനോട് ഇപ്പം ഐ ഡോണ്ട് നോ, ഐ ലവ് സ്വീറ്റ്സ്. ഞാനിപ്പോൾ ബ്രൗണിയും ഇപ്പം കഴിച്ചായിരുന്നു, പക്ഷേ വാഫിൾസിനോടും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സംഭവത്തിനോട് എനിക്ക് താല്പര്യമില്ല. ഐ ജസ്റ്റ് വോണ്ട് ലൈക്ക് ഒരു സ്പൂൺ അതിന് I'll be done. This is dark and white fantasy. Yes, dark and white fantasy. Taste it and let me know the review. How is it? Even extra add-on chocolate. What is it? Chocolate? Sprinkles. ഇട്ടിട്ടുണ്ട്. That's good. അനിയത്തിക്ക് ലെൻസ് സൊല്യൂഷൻ വേണം, സോ ലെൻസ് കാർട്ടിൽ വന്നേക്കുക. ഡിന്നർ എനിക്ക് ആക്ച്വലി ഒന്നും വേണ്ട, ബിക്കോസ് ഐ എം ടു ഫുൾ. എന്ത് Cooking today, tonight. It's Nigerian chicken. Actually? With Nepali curd rice. Nepali curd rice. Oh, यहाँ भी चल रहा है. Okay, पर वहाँ चल. हम लोग भी. Run. Shashaf always first. Nachos and chicken. Idunda loaded fries and chicken. Hot dog and we ordered wrap. ഇനി ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. സോ ഇപ്പം സമയം ഓൾമോസ്റ്റ് 1:30 ആയി. ആൻഡ് ഇത്രയും നേരം ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്യുമായിരുന്നു, ഇന്നെടുത്ത വ്ളോഗ് എഡിറ്റ് ചെയ്യുമായിരുന്നു. ബിക്കോസ് ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, അവർ പുറത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എഴുന്നേറ്റിരുന്നാൽ മാത്രമേ എനിക്ക് തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഐ തോട്ട് ലൈക്ക് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ മറ്റേ ഓൾ ഓഫ് എസ് ആർ ഡെത്ത് ഫുൾ കംപ്ലീറ്റ്ലി തീർത്തു. ഇന്നത്തെ ദിവസം വാസ് ആക്ച്വലി ഗുഡ്. എൻ്റെ നാക്കൊക്കെ കുഴയണം ബിക്കോസ് ഐ എം വെരി സ്ലീപ്പി. സോ എന്തായാലും ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ആൻഡ് ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമായിരിക്കും. എനിക്ക് ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഐ എം ടയേർഡ്. സോ യാ. ആൻഡ് ഇതുവരെയായിട്ടും എനിക്ക് എൻ്റെ ന്യൂ ഇയർ ആയിട്ടുള്ളൊരു ഫീലിങ്ങോ ഞാനൊരു പുതിയൊരു ഹാബിറ്റോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ റുട്ടീനിലേക്ക് ബാക്ക് ഓൺ ട്രാക്ക് ആയെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈക്ക് എവറിത്തിങ് ഈസ് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുഴഞ്ഞു കിടക്കുവാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ അതിനെ വർക്ക് ചെയ്യും. എനിക്ക് ആദ്യം ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം, പിന്നെ ഞാൻ എൻ്റെ ഒന്ന് റുട്ടീൻ പ്രോപ്പർലി സെറ്റ് ചെയ്യണം. സോ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ സീ ലൈക്ക് നോക്കാം എൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ ഐ റിയലി വോണ്ട് വർക്ക് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. സോ ഇത് പറയുന്ന മാത്രമല്ല, എനിക്ക് ചെയ്യണം എന്നുണ്ട്. ആക്ഷൻസ് ആണ് സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ്, ഐ നോ. സോ യാ, അപ്പോൾ അതൊക്കെ ചെയ്യും. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ഇഫ് യു ഹാവ് കം ടിൽ ദി എൻഡ്, പ്ലീസ് ഡു സപ്പോർട്ട് മീ. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാം. തെറ്റോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.